ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു keralamechtech. പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നത് തന്നെ ബീറ്റ് ഇഞ്ചിൻ്റെ ഓവർഹോൾ, ഡീസൽ ഇഞ്ചിൻ്റെ ഫുൾ ഓവർഹോളിൻ്റെ വീഡിയോസാണ് ഞാൻ ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് വെറും ഒരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. സെക്കൻഡ് പാർട്ട് ഇനിയും വരാനുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടീനെ സംബന്ധിച്ച് ഇതിന് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. ഇതിൻ്റെ ഇൻ്റർകൂളറൊക്കെ ഡാമേജ് ആയിട്ട് ഇതിലും വഴി അത്യാവശ്യം ഓയിലൊക്കെ ലീക്ക് വന്നു. അത്യാവശ്യം പൊടിയൊക്കെ എഞ്ചിനിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻ്റർകൂളർ മാറേണ്ടി വരും. മാത്രമല്ല എഞ്ചിൻ്റെ കണ്ടീഷൻ മോശമായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന പോലെ ബീറ്റിൻ്റെ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ പ്രത്യേകിച്ച് വലിയ ലൈഫ് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഓരോ കമ്പോണൻറ്റ്സ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എഞ്ചിൻ്റെ ഓയിൽ പമ്പ്, വാക്യൂം പമ്പ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തു. വാക്യൂം പമ്പിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ഓയിലാണ് ഇരിക്കുന്നത്. അതായത് ഓയിലിനകത്ത് തീരെ കുറവായിരുന്നു. കസ്റ്റമർ ഓൾറെഡി പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു 300-400 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ഓയിൽ ഫുള്ള് തീർന്നു പോകുന്നു എന്നുള്ളൊരു പരാതിയാണ് പറഞ്ഞിരുന്നത്. അതുപോലെ പറക്കും തളിക പോലെ കംപ്ലീറ്റ് സ്മോക്കാണ് വണ്ടി പോകുന്ന വഴിയെല്ലാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ടർബോ ചെക്ക് ചെയ്തു. കസ്റ്റമർ വൺ ടൈം ഒരു തവണ ടർബോ റീപ്ലേസ് ചെയ്തിട്ടുള്ള വണ്ടിയും കൂടിയാണ്. പക്ഷേ ടർബോയുടെ കണ്ടീഷൻ മോശമാണ്. ഇപ്പം നിലവിൽ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡാണ്. അത്യാവശ്യം നല്ലോണം തന്നെ കാർബൺ ഡിപ്പോസിറ്റ് വന്ന് കരി അടിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു മാനിഫോൾഡിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ മോശമായതുകൊണ്ട്, കംപ്രഷൻ വീക്ക് ആയതുകൊണ്ടും, എക്സസീവ് ഓയിൽ കൺസപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എഞ്ചിൻ പുൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ ഒരു കാണുന്ന നമ്മുടെ ഓയിലിൻ്റെ ഹൗസിംഗ് ആണ്, അതായത് ഓയിൽ ഫിൽറ്ററിൻ്റെ ഒരു ഹൗസിംഗ് ആണ്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി അഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഫുള്ള് ഓറിങ്സും കാര്യങ്ങളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഓറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. അതേപോലെ വാട്ടർ പമ്പിൻ്റെ കണ്ടീഷൻ നമുക്ക് കാണാം. വാട്ടർ പമ്പ് വളരെ മോശമാണ്. വാട്ടർ പമ്പ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഡീസൽ എഞ്ചിൻ ഓവർഹോൾ പെട്രോൾ എഞ്ചിനെക്കാട്ടിലും കൂടുതൽ എക്സ്പെൻസീവ് ആയി പോകാറുള്ളതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. ഡീസൽ എഞ്ചിന് പെട്രോൾ എഞ്ചിൻസിനെക്കാട്ടിലും കൂടുതൽ കമ്പോണൻറ്റ്സ് വേറെയുണ്ട്. അതിനകത്ത് പല ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ കമ്പോണൻറ്റ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യുകയോ സർവീസ് ചെയ്യുകയോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പെൻസ് കൂടും. ഉദാഹരണത്തിനായി ഈ ഒരു വണ്ടിയുടെ ഒരു ഹീറ്റർ പ്ലഗ് മാറണമെങ്കിൽ പോലും, ജെന്യൂൻ ഒരു ഹീറ്റർ പ്ലഗ് നമ്മൾ മേടിച്ചിടണമെങ്കിൽ ഒരു 1250 മുതൽ 1300 രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ നമ്മുടെ ക്യാമിൻ്റെ അവസ്ഥ കാണുകയാണെങ്കിൽ, ക്യാം കവറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. പ്ലേ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലേത്തി കൊടുത്ത് ഇതിൻ്റെ വർക്ക് ചെയ്യിച്ചെടുക്കണമെങ്കിൽ അതിനകത്ത് എക്സ്പെൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന കണക്ക് ഓയിൽ കൺസപ്ഷൻ കൂടിയൊരു വണ്ടിയിൽ ഓയിൽ സർക്കുലേഷൻ പലയിടത്തും കറക്റ്റായിട്ട് എത്താറില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന ഇഷ്യൂസാണ്. ഈ കാണുന്ന പോലെ നമ്മൾ ഇതിൻ്റെ ഹെഡ് അയച്ചെടുത്തു. അപ്പോൾ ഹെഡിൻ്റെ കണ്ടീഷൻ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ വാൽവ്സ് എല്ലാം ബേണായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെഡ് ഫേസ് ചെയ്യുക മാത്രമല്ല, വാൽവ് നമുക്ക് ഇതിനകത്ത് റീപ്ലേസ് ചെയ്യേണ്ടി തന്നെ വരും. വാൽവ് ഗൈഡേഴ്സ്, അതേപോലെ വാൽവിൻ്റെ ഓയിൽ സീലുകൾ, അതായത് സ്റ്റെം സീൽ എന്നറിയപ്പെടുന്ന സീലുകൾ, അതുകൂടാണ്ട് നമുക്കിതിനകത്ത് ഹൈഡ്രോളിക് ലാഷ് അഡ്ജസ്റ്ററും അതിൻ്റെ റോളർ ടാപ്പറ്റുകളെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാതെ ഒരു നിർവാഹം ഇല്ലാത്ത സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള പല എക്സ്പെൻസ് പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിൻസിന് കൂടുതലായതുകൊണ്ടാണ് ഡീസൽ എഞ്ചിൻ്റെ ഓവർഹോൾ നമുക്ക് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. പക്ഷേ ഡീസൽ എഞ്ചിനെ പ്രോപ്പറായിട്ട് നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിൻസിനെക്കാളും കൂടുതൽ ലൈഫ് കിട്ടും എന്നുള്ളൊരു യാഥാർത്ഥ്യം വേറെയാണ്. അപ്പോൾ അത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലൂടെ ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് കാണുന്നവരെല്ലാവരും, അതേപോലെ ബീറ്റ് ഉപയോഗിക്കുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് സെക്കൻഡ് പാർട്ടും കംപ്ലീറ്റ് ആയിട്ട് കാണുക. നല്ലോണം ഗുണം ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. ഈ 2 വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടമാണ് പ്രേക്ഷകർക്ക് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ബീറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെ പിസ്റ്റൻ്റെ കണ്ടീഷൻ നമുക്ക് കാണാം. പിസ്റ്റൻ്റെ പ്ലേ നമുക്ക് കാണാം. ഓരോ പിസ്റ്റന് ടക്ക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്ലേ. അതായത് നമുക്ക് ഫീലർ ഗേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.5 mm to 1 mm വരെ പ്ലേ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത് നമുക്ക് ലൈനർ പുതിയ ഇറക്കിയിട്ട് പുതിയ പിസ്റ്റൻ ഇടാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല. പുതിയ പിസ്റ്റൻ, പുതിയ റിങ്സ്, പുതിയ ലൈനർ, അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടി തന്നെ വരും. അല്ലാതെ ഈ ഒരു എഞ്ചിൻ വർക്ക് നമ്മൾ ഉടായ്പിൽ ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ലോസാണ്, കസ്റ്റമറിനും ലോസാണ്. അത് ഒരിക്കലും സക്സസ് ആവത്തില്ല. ആയതിനാൽ നമുക്കിതിൻ്റെ 3 പിസ്റ്റനും 3 ലൈനറും അതേപോലെ എല്ലാ പിസ്റ്റൻ്റെ റിങ്സും പുതിയതായിട്ട് തന്നെ ഇടേണ്ടി വരും. നമുക്ക് കാണാം ലൈനറിൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ട് തേയ്മാനമുണ്ട്. ഭയങ്കര ഹെവി സ്റ്റെപ്പാണ് ഇവിടെ വീണേക്കണത്. കണ്ട, ഒരു ഭയങ്കര സ്റ്റെപ്പാണ് വീണേക്കണത്. അതുകൊണ്ട് ഒരിക്കലും ഇത് റീയൂസബിൾ അല്ല. അപ്പം ഈ ലൈനർ അടിച്ചു മാറ്റിയിട്ട് നമ്മൾ പുതിയ ലൈനർ ഇതിനകത്ത് ലേത്തി കൊടുത്ത് ഹൈഡ്രോളിക് പ്രസ് വഴി അടിച്ച് വേറെ പുതിയ ലൈനർ ഇറക്കിയിട്ട്, അതായത് ഇതിൻ്റെ സിലിണ്ടർ ബോർ പുതിയ ഇറക്കണം, അതിനകത്ത് പുതിയ പിസ്റ്റൺ ഇടണം, പുതിയ റിങ്സ് ഇടണം.
റിങ്സിൻ്റെ ഗ്യാപ്പ് തന്നെ കണ്ടാൽ ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ കയറാനുള്ള ഒരു ഗ്യാപ്പ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയ്ക്കും വലിയ ഗ്യാപ്പാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0.2 to 0.4 mm വരെ ഗ്യാപ്പ് മാത്രമേ ഇതിനകത്ത് ഈ ഒരു റിങ്സിൻ്റെ ഇടയിൽ പാടുള്ളൂ, ആ കട്ടിങ്ങിനിടയിൽ പാടുള്ളൂ. പക്ഷേ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറിൻ്റെ, ഒരു മീഡിയം ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറിൻ്റെ ടിപ്പ് കറക്റ്റായിട്ട് ഇതിനകത്ത് കയറി പോകുന്ന ഒരു അവസ്ഥയാണത്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒരു സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഇതിനകത്ത് കൂടി കടത്തിവിടാം. സ്ക്രൂ ഡ്രൈവറിൻ്റെ ഫ്ലാറ്റിൻ്റെ എൻഡ് നമുക്ക് ടിപ്പ് ഇതിനകത്ത് കൂടി കടത്തിവിടാം. അത്രയും വലിയ ഗ്യാപ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് വെറും റിങ്സ് മാത്രം ഇട്ടിട്ടോ അല്ലെങ്കിൽ വെറും പിസ്റ്റൺ മാത്രം ഇട്ടിട്ടോ ഈ ഒരു എഞ്ചിൻ റീബിൽഡ് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റത്തില്ല. വേറെ നിർവാഹമില്ലാതായി പോയത് കൊണ്ടാണ്. ഇത്രയും പ്ലേ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. അതേപോലെ ഇതിൻ്റെ ഈച്ച് ആൻഡ് എവരി കമ്പോണൻറ്റ് നമ്മൾ റിമൂവ് ചെയ്തേക്കുന്ന കമ്പോണൻറ്റ്, ഇതിന് ബാലൻസർ ഷാഫ്റ്റ് വരുന്ന ബെയറിങ്ങിനുള്ള തേയ്മാനങ്ങളും കാര്യങ്ങളില്ല. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ലേത്തിൽ കൊടുത്ത് കറക്റ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും എഞ്ചിന്. അപ്പോൾ അതൊരു മെയിൻ പോയിൻ്റാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 3 സിലിണ്ടർ എഞ്ചിൻസിനെ സംബന്ധിച്ച് ബാലൻസർ ഷാഫ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും. എഞ്ചിൻ പണി ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ മറ്റുള്ള ഇതിൻ്റെ കമ്പോണൻസിനകത്ത് നിന്ന് വരുന്നത് നമ്മുടെ ഓയിൽ ഫിൽട്ടർ ഹൗസിങ്, ഇതിനകത്ത് ഓറിങ്ങും കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് സ്വിഫ്റ്റിൻ്റെ കോമ്പാറ്റബിളാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. സ്വിഫ്റ്റിൻ്റെ നമുക്ക് സൂട്ടബിൾ ആവും. ഷെവർലയുടെ കിട്ടുന്നില്ലെങ്കിൽ സ്വിഫ്റ്റിൻ്റെ നമുക്ക് ഇടാൻ പറ്റാവുന്നതാണ്. പിന്നെ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ ഓറിങ്ങും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടർബോ ചാർജറിൻ്റെ അവസ്ഥ, ടർബോ ചാർജർ ഓൾറെഡി കസ്റ്റമർ ഇതിനകത്ത് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ടർബോ ചാർജറാണ്. പക്ഷേ എക്സസീവ് ആയിട്ടുള്ള ഓയിൽ കൺസപ്ഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് കാർബൺ ഡിപ്പോസിറ്റ് വന്നിട്ട് ഇതിൻ്റെ കാറ്റലൈറ്റിക് കൺവെർട്ടർ ചോക്കായി പോയിട്ടുണ്ട്. ആയതിനാൽ ടർബോയ്ക്ക് എക്സസീവ് ഫോഴ്സ് എടുക്കേണ്ടി വന്നിട്ട് ടർബോയ്ക്ക് വീണ്ടും പ്ലേ വന്നിട്ടുണ്ട്. ടർബോയുടെ പ്ലേ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഈ കാണുന്ന നമുക്ക് എക്സസീവ് കാർബൺ ഉണ്ട്, പോരാത്തതിന് ടർബോയുടെ പ്ലേ കണ്ടോ. ഇത്രയും ഹെവി പ്ലേ ഉള്ള ടർബോ നമ്മൾ എഞ്ചിൻ പണിതതിന് ശേഷം ടർബോ സർവീസ് ചെയ്യാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടർബോ കാരണം വീണ്ടും എഞ്ചിൻ ഫെയിലാവും. ആയതിനാൽ നമുക്കിപ്പോൾ ഈ ടർബോ ചെയ്യാണ്ട് പറ്റത്തില്ല. അപ്പോൾ ടർബോ നമ്മൾ സർവീസ് ചെയ്യിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോലെ ഒരു 5000 രൂപ മിനിമം പ്രതീക്ഷിക്കാം. മേളിലോട്ടാണെങ്കിൽ റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഒരു 12 രൂപ 14 രൂപ വരെ പോയേക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ദേ ഈ കാണുന്ന ക്ലച്ചിൻ്റെ അവസ്ഥ, ക്ലച്ച് തേയ്മാനം വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എഞ്ചിൻ റീബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് കൂടി വരുന്നത്. അത് ക്ലച്ച് നമുക്ക് ഇത്രയും തേയ്മാനം വന്നേക്കുന്ന ക്ലച്ച് ആയതിനാൽ ക്ലച്ച് റീപ്ലേസ് ചെയ്യാണ്ട് നമുക്ക് വീണ്ടും എഞ്ചിൻ കയറ്റാൻ പറ്റുമോ? ഒരു കാര്യമില്ല. കാരണം ക്ലച്ച് കറക്റ്റ് പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ എഞ്ചിൻ റീബിൽഡ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് കസ്റ്റമറിന് കിട്ടില്ല. കസ്റ്റമർ പറയും നിങ്ങൾ എന്ത് പണിയാണ് പണിതെന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലച്ച്, പ്രഷർ പ്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറേണ്ടത് തന്നെ വരും. വേറെ ഉടായ്പ പരിപാടി ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതാണ്, ഇതൊന്ന് മാറാണ്ട് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബാഡ് എഫക്റ്റ് ഇത് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് കാണിക്കും. അപ്പോൾ ഇതൊക്കെ എക്സസീവായിട്ട് വരുന്ന ഒരു ചിലവുകളാണ് ഒരു എഞ്ചിൻ ചെയ്യുമ്പോൾ. അതേപോലെ ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സായി, ഇതിൻ്റെ ഫ്യൂൽ പമ്പായി, ഇതൊക്കെ നമുക്ക് സർവീസ് ചെയ്യാണ്ട് വീണ്ടും ഇതിലേക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അത് എക്സസീവ് വരുന്ന ഡീസൽ എഞ്ചിൻസിനെ സംബന്ധിച്ച് എക്സസീവ് വരുന്നതായിട്ടുള്ള കോസ്റ്റുകളാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അഴിച്ചെടുത്തു. ഇതിൻ്റെ ഓയിൽ പമ്പ്, ഇതിൻ്റെ ബ്ലോക്ക്, ഇതിൻ്റെ ഹെഡ്, ഇതിൻ്റെ ടർബോ ചാർജർ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇളക്കിയെടുത്ത് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് നമ്മളിനി ലേത്ത് വർക്കിലേക്ക് പോവുകയാണ്. ലേത്തിൽ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡിൽ നമ്മൾ പറഞ്ഞെടുപ്പിച്ചാണ് ചെയ്യിക്കുന്നത്. ഗായ്സ്, അപ്പോൾ ഇത്രയും വർക്കുകൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് ലേത്തിൽ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബീറ്റ് എഞ്ചിൻസിൻ്റെ ഫെയിലിയറിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല സെക്കൻഡ് പാർട്ടിൽ എങ്ങനെ ഇത് റീബിൽഡ് ചെയ്യണം, എങ്ങനെ റീബിൽഡ് ചെയ്താൽ ഇതിന് കൂടുതൽ ലൈഫ് കിട്ടും എന്നുള്ളത് സെക്കൻഡ് പാർട്ടിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ്. സീ യു സൂൺ. ടിൽ ദെൻ ബൈ. ടേക്ക് കെയർ.